ഹലോ, ഏരിയ ബിറ്റ്വീൻ കർവ്സിലെ ഫസ്റ്റ് പ്രോബ്ലം പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ സെക്ഷനിൽ ആകെ ഒരു ഫോർമുലയേ ഉള്ളൂ. ഏരിയ ബിറ്റ്വീൻ കർവ്സ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രേറ്റ് ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രേറ്റ് ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ്. രണ്ട് ഇൻ്റഗ്രൽ കാണാം, അത്രയേ ഉള്ളൂ. നമ്മൾ ആ ഫോർമുല പറഞ്ഞാൽ മുകളിലെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്, താഴെയുള്ള ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ആണ്. ഈ രണ്ട് ഫംഗ്ഷന് ഇടയ്ക്കുള്ള ഏരിയ കാണണം. എഫ് ഓഫ് എക്സിന് താഴേക്കുള്ള ഏരിയ ആദ്യം കാണും, അതിൽ നിന്ന് ജി ഓഫ് എക്സിന് താഴേക്കുള്ള ഏരിയ സബ്ട്രാക്ട് ചെയ്യും. എഫ് ഓഫ് എക്സിന് താഴേക്കുള്ള ഏരിയ കാണാൻ ഇൻ്റഗ്രേറ്റ് ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രേറ്റ് ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ്. ഇത്രയേ ഉള്ളൂ. പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ അറിയേണ്ട കാര്യം, നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ അറിയണം, കർവ് വരയ്ക്കാൻ അറിയണം. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പരിചയപ്പെടേണ്ടത്. ബാക്കിയുള്ളത് എന്തായിരിക്കും? ഇൻ്റഗ്രേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത്, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ഫസ്റ്റ് കർവ് y is equal to x plus 6. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് എബോവ് ആണ്. ബൗണ്ടഡ് എബോവ് ബൈ y is equal x plus 6. ബൗണ്ടഡ് ബിലോ ബൈ y is equal x square. ആൻഡ് ഓൺ ദ സൈഡ്സിൽ ബൗണ്ടറി ആയിട്ട് വരുന്നത് എക്സ് ഇസ് ഈക്വൽ 0യും എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. ഇതിൽ 4 കർവിനെ കുറിച്ച് പറയുന്നുണ്ട്. 1, 2, 3, 4. അപ്പോൾ ഓരോന്നിൻ്റെയും ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയണം. ഇത് നമുക്കറിയാവുന്നതാണ്. എക്സ് ഈക്വൽ 0. എവിടെയാണ് എക്സ് 0 ആവുക? വൈ ആക്സിസിലാണ്. അപ്പോൾ എക്സ് ഈക്വൽ 0 മീൻസ് ദ വൈ ആക്സിസ്. അല്ലെങ്കിൽ ജനറലി എക്സ് ഇസ് ഈക്വൽ കോൺസ്റ്റൻറ്റ് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഓർത്ത് വെച്ചോ, എക്സ് ഇസ് ഈക്വൽ കോൺസ്റ്റൻറ്റ് വെർട്ടിക്കൽ ലൈനാണ്, വൈ ഇസ് ഈക്വൽ കോൺസ്റ്റൻറ്റ് ഹൊറിസോണ്ടൽ ലൈൻസോ. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു അങ്ങനെ മാറുക. എക്സ് ഇസ് ഈക്വൽ 1 ആണെങ്കിൽ ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ പാസിംഗ് ത്രൂ 1. എക്സ് ഇസ് ഈക്വൽ 2 ആണെങ്കിൽ ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ പാസിംഗ് ത്രൂ 2. എക്സ് ഇസ് ഈക്വൽ -3 ആണെങ്കിൽ ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ പാസിംഗ് ത്രൂ -3. എന്തായാലും എക്സ് ഇസ് ഈക്വൽ കോൺസ്റ്റൻറ്റ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ. സോ എക്സ് ഇസ് ഈക്വൽ 0 is a vertical line passing through 0. 0 means the y-axis. Okay. X is equal to മറ്റൊരു വെർട്ടിക്കൽ ലൈനാണ്, 2ലൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. പിന്നെ ഏതാ ഉള്ളത്? പരിചയമില്ലാതെ y is equal x plus 6 ഉണ്ട്. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? y is equal x plus 6, അത് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമോ, പരാബോള ആയിരിക്കുമോ, എലിപ്സ് ആയിരിക്കുമോ, സർക്കിൾ ആയിരിക്കുമോ, എന്തായിരിക്കും? പെട്ടെന്ന് ഞാൻ പറയാം. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ഡിഗ്രി 1 അല്ലേ? എക്സിൻ്റെ പവറിൽ 1 ആണ്, വൈയുടെ പവറിൽ 1 ആണ്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിന് നമ്മൾ പേര് തന്നെ വിളിക്കാറ് ലീനിയർ ഇക്വേഷൻസ് എന്നാണ്. എന്തുകൊണ്ടാണ് ലീനിയർ ഇക്വേഷൻ വിളിക്കാൻ കാരണം? അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് കിട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് y is equal x plus 6. y is equal to x plus 6ൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടണം. എക്സും വൈയും കൊടുക്കുക. വൈക്ക് നിങ്ങൾ 0 കൊടുക്കുക. y 0 ആകുമ്പോൾ ഉണ്ടോ, ഈ y 0 ആകുമ്പോൾ x plus 6 is equal to 0 ഓർ x is equal to -6. അപ്പോൾ ഈ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ, ഇത് സ്ട്രെയിറ്റ് ലൈനാണ് പറഞ്ഞല്ലോ, ആ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഏതാണ്? -6, 0 ആണ്. എവിടെയാണ് y 0 ആവുക? എക്സ് ആക്സിസിലാണ്. അപ്പോൾ ഈ ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നത് -6, 0യിലാണ്. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ -6ലാണ്. ഇനി എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ എത്രയാണ്? 6 ആണ്. എവിടെയാണ് എക്സ് 0 ആവുക? വൈ ആക്സിസിലാണ് അല്ലേ? അപ്പോൾ ഈ വൈ ആക്സിനെ കട്ട് ചെയ്യുന്നത് എവിടെയാണ്? 0, 6ലുമാണ്. അപ്പോൾ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനെ വരച്ച് നോക്കാം. ഒരു ഏകദേശം ഒന്ന് കറക്റ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ആക്സിസ് അല്ലേ? അപ്പോൾ ഈ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 0, 6 ആണ്. വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 0, 6 ആണ്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് -6, 0 ആണ്. ഇവിടെ എവിടെയെങ്കിലാണ് -6 ആയിരിക്കും. ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ ലൈന്. അപ്പോൾ ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യും. അങ്ങനെ വരയ്ക്കാം നമുക്ക്.
ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ, ഇതാണ് -6 എന്ന് എഴുതിക്കും. ഓക്കെ, ഒരു അപ്രോക്സിമേറ്റായി വരച്ചോ കേട്ടോ. ഇനി അടുത്ത ഏതാണ്? അടുത്തത് ബൗണ്ടഡ് ബിലോ ബൈ y = x². അതിൻ്റെ ഗ്രാഫ് എങ്ങനെ നോക്കണം? ഇതൊരു കാര്യം ക്ലിയർ ആണ്, എക്സിൻ്റെ പവർ 2 ആണ്, വൈയുടെ പവർ 1 ആണ്. രണ്ടും ഫസ്റ്റ് ഡിഗ്രിയിലാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം സ്ട്രെയിറ്റ് ലൈൻ ആണുള്ളത്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒന്ന് സെക്കൻഡ് ഡിഗ്രിയിലും കണ്ടോ, ഒന്ന് ഫസ്റ്റ് ഡിഗ്രിയിലുമാണ്. നിങ്ങൾക്ക് പരിചയമുണ്ടോ സാധനം? നമുക്ക് y² = 4ax എന്ന് കേട്ടില്ലേ നിങ്ങൾ? y² = 4ax, അതെന്താ സാധനം? ഇവിടെ നോക്കൂ, വൈയുടെ ഡിഗ്രി 2 ആണ്, എക്സിൻ്റെ ഡിഗ്രി 1 ആണ്. ഇത് പരാബോളയാണ്. പരാബോള നമുക്ക് യൂഷ്വലി 4 സ്റ്റാൻഡേർഡ് ഫോംസിലാണ് പറയാറ്. ഓപ്പൺ റൈറ്റ്, ഓപ്പൺ ലെഫ്റ്റ്, ഓപ്പൺ അപ്പ് ആൻഡ് ഓപ്പൺ ഡൗൺ. y² = 4ax പരാബോളയാണ്, അത് ഓപ്പൺ റൈറ്റ് ആണ്, ഇങ്ങനെ വരുന്ന പരാബോള. ഇനി y² = -4x ആണെങ്കിൽ, y² = -4x ആണെങ്കിൽ ഇറ്റ് ഈസ് അഗൈൻ എ പരാബോള, അത് ഓപ്പൺ ലെഫ്റ്റ് ആണ്. ക്ലിയർ? അടുത്തത് x² = 4ay എന്ന് വരും. x² = 4ay, ഇറ്റ് ഈസ് അഗൈൻ എ പരാബോള ബട്ട് ഇറ്റ് ഈസ് ഓപ്പൺ അപ്പ് ആണ്. ലാസ്റ്റ് x² = -4ay വരാം. x² = -4ay എന്നാണെങ്കിൽ പരാബോള ഓപ്പൺ ഡൗൺ ആണ്. ഞാൻ വളരെ മിനിമത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ഈ ജോമെട്രി, ആവശ്യമുള്ള ജോമെട്രി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. വരച്ച എല്ലാ പരാബോളയും വെർട്ടെക്സ് കിടക്കുന്ന ഒറിജിനിലാണ് അല്ലേ? ഇനി നമുക്ക് y² = 4ax ഓപ്പൺ റൈറ്റ്, y² = -4ax ഓപ്പൺ ലെഫ്റ്റ്, x² = 4ay ഓപ്പൺ അപ്പ് ആൻഡ് x² = -4ay ഓപ്പൺ ഡൗൺ ആണ്. ഇനി നമ്മുടെ കേസ് നോക്കിയാൽ ഇവിടെ y = x². തിരിച്ചു വായിച്ചാൽ x² = y ആ. അപ്പോൾ അതിൽ ഏത് കേസിലാണ് അത് വരിക? എക്സിനാണ് സെക്കൻഡ് ഡിഗ്രി ഉള്ളത്, എക്സിനാണ് സെക്കൻഡ് ഡിഗ്രി ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതൊരു ഒന്നാണ്? അതിലേതാണ് പോസിറ്റീവ് വരുന്ന കേസാണ്? ഈ കേസാണ്, x² = y. ഈ 4aയുടെ വാല്യൂ 1 ആയിരിക്കും. ഈ 4a 1 ആകുമ്പോൾ x² = y എന്ന് വരും. സോ ഇറ്റ് ഈസ് എ പരാബോള, ദിസ് ഈസ് എ പരാബോള ഓപ്പൺ അപ്പ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? ഇതിൻ്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ വരും, ഇങ്ങനെ ഷേപ്പ് ഉണ്ടാവുക, ഓപ്പൺ അപ്പ് ആണ് അല്ലേ? ഇനി ഏതൊക്കെയാണ് ഗ്രാഫ് നമുക്ക് വേണ്ടത്? x = 0. x = 0 ഓൾറെഡി നമ്മുടെ y ആക്സിസ് ആണ്. അടുത്ത ഏതാണ്? x = 2 ആണ്. x = 2 എന്ന് പറഞ്ഞാൽ ഇത്, ഈ വെർട്ടിക്കൽ ലൈൻ, ഇതാണ് x = 2 അല്ലേ? ഇവർ 4 പേരുടെ ബൗണ്ടറി വരുന്ന റീജിയൻ ഏതാ? ബൗണ്ടഡ് above by x + x, ബൗണ്ടഡ് below by this parabola, സൈഡ്സ് ബൈ ദീസ് 2 ലൈൻസ്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ഈ ഒരു റീജിയൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇത്രയും ഏരിയ. ക്ലിയർ? അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നോക്കൂ, നമുക്ക് ഈ ലൈൻ എടുക്കുക, ഈ ലൈനും ഈ കർവും എടുക്കുക. ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ, ഏരിയ അണ്ടർ ദിസ് കർവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് എവിടെ വരെ? ഈ x ആക്സിസിൽ എത്ര ഏരിയ കിട്ടും? ആ ഏരിയ മുഴുവൻ നമുക്ക് വേണ്ട, അതിൽ നിന്ന് ഈ ഏരിയ ഒഴിവാക്കണം. ഇത് ഏത് കർവിന് താഴേക്കുള്ള ഏരിയ? ഇത് നമ്മുടെ പരാബോളയുടെ താഴേക്കുള്ള ഏരിയ ആണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഏരിയ അണ്ടർ ദിസ് ലൈൻ മൈനസ് ഏരിയ അണ്ടർ ദിസ് പരാബോള ചെയ്താൽ മതി, ശരിയല്ലേ? എങ്ങനെയാണ് ഏരിയ അണ്ടർ ദിസ് ലൈൻ കാണുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഏരിയ അണ്ടർ, അപ്പോൾ നമുക്ക് റിക്വയർഡ് ഏരിയ കിട്ടണമെങ്കിൽ ഇവിടെ എഴുതുന്ന, അപ്പം നമുക്ക് ഇവിടെ എഴുതാം. സോ റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദിസ് ലൈൻ. ലൈനിൻ്റെ താഴേക്കുള്ള ഏരിയ കിട്ടണമെങ്കിൽ ലൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ലൈൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? x + 6 അല്ലേ? ഇൻ്റഗ്രേറ്റ് ടു ബി f(x) dx എന്നല്ലേ ഫോർമുല? f(x) ആരാണ്? y ആണ്. സോ ഇൻ്റഗ്രേറ്റ് ടു ബി y ആർക്ക് ഈക്വല? x + 6 നാ. സോ ഇൻ്റഗ്രൽ x + 6 dx മൈനസ് ഇൻ്റഗ്രൽ പരാബോളയുടെ താഴേക്കുള്ള ഏരിയ. അതെങ്ങനെയാണ്? ഇൻ്റഗ്രേറ്റ് ടു ബി f(x) dx, ഇൻ്റഗ്രേറ്റ് ടു ബി y dx. ആ കേസിൽ y ആരാണ്? x² ആണ്. സോ ഇൻ്റഗ്രൽ x² dx. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ലിമിറ്റൂടെ കിട്ടാം. ലിമിറ്റ് വാരി ചെയ്യുന്നത് x0 മുതൽ 2 വരെയാ. സോ ഇൻ്റഗ്രൽ 0 to 2, ഇൻ്റഗ്രൽ 0 to 2 അല്ലേ? ഇനി നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ ഈ ഒരു ഇൻ്റഗ്രൽ കണ്ടാൽ മതി. പക്ഷേ ഇവിടേക്ക് എത്തിപ്പെടാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി വന്നു? ഗ്രാഫിൻ്റെ ഷേപ്പ് അറിയണം,
അത് ലിമിറ്റ് അറിയണം, എല്ലാ കാര്യങ്ങളും അറിയണം. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ ക്വസ്റ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ മാറുന്നതിനനുസരിച്ച് ആ ഫിഗർ നോക്കിയിട്ട് നമ്മൾ ഏത് ഏരിയ ആണ്, ഏത് കർവിന് താഴേക്കുള്ള ഏരിയ ആണ്, ആ ഏരിയ നിന്ന് ആര് ഒഴിവാക്കണം എന്നൊക്കെ നോക്കേണ്ടി വരും. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. എക്സ് ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 6 ഇൻ്റഗ്രൽ എന്താണ്? 6x അല്ലേ? ഇത് നമുക്ക് ഒന്നിച്ചാണ്ട് ചെയ്യാം, കാരണം രണ്ടിനെയും അല്ലേ വേണ്ട, അതിനെ പോട്ടെ. 0 to 2 മൈനസ് എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 0 to 2. അപ്പർ ലിമിറ്റ് കൊടുത്താൽ എക്സിന് 2 കൊടുത്താൽ 4 ബൈ 2 2 പ്ലസ് ഇവിടെ എക്സിന് 2 കൊടുത്താൽ 12. ലോവർ ലിമിറ്റ് കൊടുത്താൽ കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. മൈനസ് ഇവിടെ എക്സിന് 2 കൊടുത്താൽ 8 ബൈ 3. ഓക്കെ, സോ ദിസ് ഈസ് 14 മൈനസ് 8 ബൈ 3. So 42 minus 8. 42 minus 8. So 34. 34 divided by 3 is the answer. Okay. ഇതാണ് മാർഗം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം.